നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വിഷയം രക്താതിസമ്മർദ്ദത്തെക്കുറിച്ചാണ്. ഉയർന്ന BP അഥവാ രക്താതിസമ്മർദ്ദത്തെ പലരും അത്ര കാര്യമായി എടുക്കാറില്ല. എന്നാൽ അത് നിശബ്ദനായ കൊലയാളിയാണെന്ന് മറക്കരുത്. അനിയന്ത്രിതമായ BP, ഓർമ്മക്കുറവ്, ഹൃദയാഘാതം, സ്ട്രോക്ക്, അബോധാവസ്ഥയിലാവുക, വൃക്ക തകരാറുകൾ എന്നിവയിലേക്ക് നയിച്ചേക്കാം. ആരോഗ്യകരമല്ലാത്ത ആഹാരശീലങ്ങൾ, വ്യായാമത്തിൻ്റെ അഭാവം, മാനസിക സമ്മർദ്ദം എന്നിവയാണ് രക്താതിസമ്മർദ്ദത്തിൻ്റെ പ്രധാന കാരണം. ഉയർന്ന BP നിയന്ത്രിക്കാൻ പ്രഭാത ഭക്ഷണത്തിലുള്ള പങ്ക് വളരെ വലുതാണ്. ഒരു ദിവസത്തെ ഊർജത്തിൻ്റെയും പ്രോട്ടീനിൻ്റെയും 1/3 പ്രഭാത ഭക്ഷണത്തിൽ നിന്നായിരിക്കണം. കൊഴുപ്പും പഞ്ചസാരയും അടങ്ങിയ ഭക്ഷണം കഴിവതും കുറയ്ക്കണം. ചുവന്ന ഇറച്ചികൾ, എണ്ണയിൽ വറുത്തു പൊരിച്ച വിഭവങ്ങൾ, ബേക്കറി പലഹാരങ്ങൾ, കൃത്രിമ പാനീയങ്ങൾ, അച്ചാർ, പപ്പടം, ഉപ്പ് അധികമുള്ള ആഹാരങ്ങൾ എന്നിവ പതിവായി കഴിക്കരുത്. BP നിയന്ത്രിക്കാൻ പൊട്ടാസ്യം കൂടുതലടങ്ങിയ ഇലക്കറികൾ, പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, തക്കാളി, വാഴപ്പഴം, തണ്ണിമത്തൻ, അണ്ടിപ്പരിപ്പുകൾ, പയറുവർഗ്ഗങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. രക്താതിസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന് മത്സ്യങ്ങൾക്കുള്ള പങ്ക് വളരെ വലുതാണ്. മത്തി, അയല, ചൂര, സാൽമൺ എന്നിവയിലുള്ള ഒമേഗ-3 ഫാറ്റി ആസിഡും കൊഴുപ്പ് കുറഞ്ഞ പ്രോട്ടീനും വളരെ ഗുണം ചെയ്യും. ആൽഫ ലിനോലെനിക് ആസിഡ് ധാരാളമായിട്ടുള്ള ഫ്ലാക്സീഡിൽ ഒമേഗ-3 ഫാറ്റി ആസിഡ് ധാരാളമായിട്ടുണ്ട്. ഇത് BP നിയന്ത്രിച്ച് നിർത്തുന്നു. നാരുകൾ ധാരാളം അടങ്ങിയ ആഹാരം മെനുവിൽ ഉൾപ്പെടുത്താം. തവിട് നീക്കാത്ത ധാന്യങ്ങൾ, തൊലിയോടുകൂടിയ പയറുവർഗ്ഗങ്ങൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. പാട നീക്കിയ പാലും കൊഴുപ്പ് കുറഞ്ഞ പാലും ഉപയോഗിക്കാം. വെണ്ണ, നെയ്യ്, ചുവന്ന ഇറച്ചികൾ, പ്രോസസ്ഡ് ഫുഡ്സ്, ഹൈഡ്രോജനേറ്റഡ് ഫാറ്റുകൾ രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ നില ഉയർത്തി ഉയർന്ന BPക്കും ഹൃദയാഘാതത്തിനുമുള്ള സാധ്യത കൂട്ടുന്നു. ദിവസം ഇടനേര ആഹാരമായി പച്ചക്കറി സാലഡ് ഉൾപ്പെടുത്തണം. സവോളയിലുള്ള ക്വെർസെറ്റിൻ എന്ന ആൻറ്റി ഓക്സിഡൻറ്റ് BP നിയന്ത്രിക്കാൻ കഴിയുന്നു. ദിവസം 30 മിനിറ്റ് വ്യായാമത്തിനായി നീക്കിവെക്കാം. മദ്യപാനം, പുകവലി എന്നീ ദുശീലങ്ങൾ ഒഴിവാക്കാം. ചുരുങ്ങിയത് 6 മണിക്കൂർ ഉറക്കത്തിനായി മാറ്റിവെക്കാം. ചിട്ടയായ ജീവിതചര്യയും ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണശീലങ്ങളും പിന്തുടർന്ന് രക്താതിസമ്മർദ്ദത്തെ നിയന്ത്രിക്കാവുന്നതാണ്.